Hello everyone. വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇന്ന് കോലാലംപൂരിലെ സെക്കൻഡ് ഡേ ഞങ്ങൾ 10+ സ്ഥലങ്ങൾ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം കേൽ ബേർഡ് പാർക്ക്. ഇത് വേൾഡിലെ ലാർജസ്റ്റ് 3-5 bed park. അത് തന്നെയാണ് ഈ പാർക്കിന്റെ സ്പെഷ്യാലിറ്റി. ഇവിടെ കുറേ ബേർഡ്സ് നമ്മുടെ ചുറ്റും ഫ്രീ ആയിട്ട് പറക്കുന്നതും നടക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ കുറെ ബേറ്റ് ഉണ്ട്. ഞാനും പപ്പും ബേറ്റിന് ഫുഡ് കഴിച്ചു. അപ്പൊ എന്റെ തലയിൽ പേര് വന്നിരുന്നു. എനിക്ക് പേരായപ്പോ ഞാൻ കരഞ്ഞു. ദേ പപ്പൽ ബേറ്റ് താരത്തിരിക്കുന്നു. പറന്നു പോയി. കോണങ്ങൻ നെറ്റിന്റെ മേലാ പോണേ. ഓക്കെ. പീക്കോക്ക് ഡാൻസ് കളിക്കുന്നു. ഈ ബേർഡ്സ് എന്താ കഴിക്കുന്നത്? പപ്പായ. കേൽ ബേർഡ് പാർക്കിൽ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല പോലെ ചൂടും ഹ്യൂമിഡിറ്റി ഒക്കെ ഫീൽ ചെയ്തു. ബേർഡ്സ് എല്ലാം ഫ്രീലി ഫ്ലൈ ചെയ്യുന്ന കാണാൻ ഒരു പീസ്ഫുൾ ഫീലിംഗ് ആണ്. അങ്ങനെ പാർക്ക് മുഴുവൻ ക്വിക്ലി കവർ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. നൗ വി ആർ വിസിറ്റിംഗ് ടീഹോ ടെമ്പിൾ. കോലാലംപൂരിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചൈനീസ് ടെമ്പിൾ ആണത്. ഇവിടെ കയറുമ്പോൾ തന്നെ കാണുന്ന ബ്രൈറ്റ് റെഡ് ലാൻഡേൺസും അവിടുത്തെ ആർക്കിടെക്ചറും പീസ്ഫുൾ സറൗണ്ടിങ്സും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ട്രഡീഷൻ ആണ്. ഇവിടെ ഫോർച്യൂൺ സ്റ്റിക്സ്, ഒരു ലക്കി സ്റ്റിക്ക് എടുത്ത് കുലുക്കി നോക്കിയ ഒരു നമ്പർ കിട്ടും. ആ മാച്ചിങ് ഫോർച്യൂൺ കാർഡ് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് അതിലുണ്ടാവും എന്നാണ് പറയുന്നത്. ടെമ്പിളിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കോലാലംപൂർ സിറ്റിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. അതിന്റെ ബാക്കിൽ ഇങ്ങനെ കുറെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. അവിടുന്ന് നമ്മൾ നേരെ പോയത് സെൻട്രൽ മാർക്കറ്റിലേക്കും പിന്നെ അതിനടുത്തുള്ള ഒരു ചൈന ടൗൺ ഷോപ്പിംഗ് ഏരിയയ്ക്കാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഫുഡും കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനി കുറച്ച് ഫോട്ടോ സ്റ്റോപ്സ് ആണ് നമ്മുടെ മുന്നിൽ. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിരുന്നു. ഇവിടെ തന്നെയാണ് ഇവരുടെ ഇൻഡിപെൻഡൻസ് ഡേ പരിപാടികളൊക്കെ നടക്കുന്നത്. ദെൻ വി വെന്റ് ടു നാഷണൽ പാലസ്, ആഫ്റ്റർ ദാറ്റ് നാഷണൽ മോണുമെന്റ്, പിന്നെ ഇവിടുത്തെ ഫേമസ് ആയ KL ടവറും ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന കോലാലംപൂരിലെ വൈബ്രന്റ് നെയ്ബർഹുഡിലാണ്. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, സ്വീറ്റ് ഷോപ്സ്, ക്ലോത്തിങ് സ്റ്റോഴ്സ്, ജ്വല്ലറി ഷോപ്സ് എല്ലാം ഉണ്ട്. ഞാൻ ശരിക്കും ചെന്നൈയിൽ എത്തിയ പോലെ എനിക്ക് തോന്നി. ലിറ്റിൽ ഇന്ത്യ, ചൈന ടൗൺ, വൈബ്രന്റ് മലൈ കൾച്ചർ ഏരിയാസ്, ഈ മലേഷ്യയുടെ ഡൈവേഴ്സ് ട്രഡീഷൻ ഒരു യുണീക് ടേസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ പോണ സ്ഥലം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. യെസ്, ദ ഐക്കോണിക് ട്വിൻ ടവേഴ്സ്. കോലാലംപൂരിന്റെ സിമ്പിൾ തന്നെയാണിത്. രാത്രിയിൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഈ KLCC പാർക്കിൽ ലേക്ക് സിംഫണി ഷോ എന്ന് പറഞ്ഞ് ലൈറ്റും സോങ്സും എല്ലാമായിട്ട് അടിപൊളി ഒരു ഫൗണ്ടൻ ഷോ നടക്കുന്നുണ്ട്. വേഗം ഞങ്ങൾ പോയിട്ട് ഒരു 7:30 തന്നെ അവിടെ സീറ്റ് ഒപ്പിച്ചു. 8 മണിക്കായിരുന്നു ഷോ. ഞങ്ങളുടെ കൂടെ തന്നെ കുറെ ആളുകൾ അവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് റോയിൽ തന്നെ ഇരിക്കാൻ പറ്റി. ഒരു 10 മിനിറ്റിന്റെ ഒരു ഫ്രീ ഷോ ആട്ടോ അത്. ഈ ഒരു ഏരിയയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഇംപ്രസീവ് ആയിട്ടുള്ള കുറെ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഡേ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത് ബുക്കിത് ബിൻതാങ് ഏരിയയിലെ ഫേമസ് ആയിട്ടുള്ള ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റിലാണ്. ദിസ് ഈസ് എ ലൈവ്ലി സ്ട്രീറ്റ്. കുറേ ഫുഡ് സ്റ്റോൾസും അതുപോലെ തന്നെ കുറെ ആളുകളൊക്കെ ആയിട്ട് പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കുസീൻ, സീ ഫുഡ്, ഫ്രഷ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, ഇന്ത്യൻ ഡിഷസ്, കുറെ ലോക്കൽ ഫുഡ്, അങ്ങനെ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ ആണ് സിറ്റിയിലെ. നമ്മള് അവിടെ നിന്ന് ആകെ കൂടെ മാംഗോ സ്റ്റിക്കി റൈസ് മാത്രമേ ട്രൈ ചെയ്തുള്ളൂ കേട്ടോ. കാരണം നമുക്ക് കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാം കാണുമ്പോൾ തന്നെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആവാൻ തോന്നി. ബിക്കോസ് നമ്മുടെ പാരൻസ് ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഈ സ്ഥലം ഭയങ്കരമായിട്ട് ചീപ്പാണ് ബാക്കി സ്ഥലങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ നമുക്ക് സോവനിയേഴ്സും ചീപ്പായിട്ട് മേടിക്കാൻ കിട്ടി. ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ ഇവിടെയാണ് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ നമ്മൾ കോലാലംപൂരിൽ നിന്ന് മേടിച്ചത്. എന്തായാലും നല്ല ബ്യൂട്ടിഫുള്ളും കളർഫുൾ ആയിട്ടുള്ള ഫുഡൊക്കെ കണ്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തെ സീറ്റിലെ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ബാർബിക്യൂ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചത്. ആൻഡ് ദിസ് ഏരിയ ഇസ് സോ ലൈവ്ലി. അവിടെ എപ്പോഴും എന്തെങ്കിലും മ്യൂസിക്കൽ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കോലാലംപൂരിലെ അഡ്വെഞ്ചർ അവസാനിപ്പിച്ച് നാളെ നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ഐലൻഡ് ലങ്കാവിയിലെ അടുത്ത ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. So see you there.